أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولكل وجهة هو موليها فاستبقوا الخيرات أينما تكونوا يأت بكم الله جميعا إن الله على كل شيء قدير. സൂറ അൽ-ബഖറയിലെ 149 ആയത്തിൻ്റെ അർത്ഥം: ഓരോരുത്തരും ഓരോ ലക്ഷ്യമുണ്ട്, അതിൻ്റെ നേർക്ക് അവൻ തൻ്റെ ശ്രദ്ധ മുഴുവൻ തിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ സൽക്കാര്യങ്ങളിൽ പരസ്പരം മത്സരിച്ച് മുന്നേറുക, അതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹു നിങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരും. അള്ളാഹു താൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യത്തിനും പരിപൂർണമായും കഴിവുള്ളവനാണ്. സയ്യിദ്ന ഹസ്രത്ത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹു ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നു, അള്ളാഹു ഇവിടെ പറയുന്നത് ഓരോ വ്യക്തിക്കും അവൻ്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട്. എപ്പോഴും തന്നെ ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് അവൻ്റെ എല്ലാ പരിശ്രമവും. ചില ആളുകൾ കച്ചവടത്തിൽ അഭിവൃദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു, ചില ആളുകൾ കൃഷിയിലും, മറ്റ് ചിലർ രാഷ്ട്രീയത്തിലും ഉന്നമനത്തിനു വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. ചില ആളുകൾ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ അതിൻ്റെ പ്രചാരണത്തിന് വേണ്ടി പരിശ്രമിക്കുന്നു. ഈ രീതിയിൽ എല്ലാവരും തന്നെ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ സമൂഹങ്ങളെയും നോക്കുകയാണെങ്കിലും ആ സമൂഹവും ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കും പ്രവർത്തിക്കുക. അവർ അതിനു വേണ്ടി ത്യാഗങ്ങൾ ചെയ്യാൻ തയ്യാറാകുന്നു. ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് വലികുല്ലി വിജ്ഹത്തുൻ ഹുവ മുവല്ലിഹ. ഓരോ വ്യക്തികൾക്കും, എല്ലാ വ്യക്തികൾക്കും അവരുടെ ജീവിതത്തിൽ ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ അവർ സ്വയം തിരഞ്ഞെടുക്കുന്നതാണ്. എന്നാൽ മുസ്ലിം ഉമ്മത്തിന് വേണ്ടി അള്ളാഹു അവരിൽ കാരുണ്യം കാണിച്ചുകൊണ്ട് അവരുടെ ലക്ഷ്യം സ്വയം എന്താണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതാണ് ഫസ്തബിക്കുൽ ഖൈറാത്ത്, നിങ്ങൾ നന്മയിൽ മത്സരിച്ചുകൊണ്ട് പരസ്പരം മുന്നേറുക. ഇവിടെ പരസ്പരം മത്സരിച്ചുകൊണ്ട് മുന്നേറാൻ പറഞ്ഞുകൊണ്ട് അള്ളാഹു ഒരു സമൂഹത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ളൊരു മാർഗമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് പലപ്പോഴും ഒരു നന്മയെക്കുറിച്ച് പറയപ്പെടുമ്പോൾ ഇത് തങ്ങളോട് മാത്രം എന്തുകൊണ്ട് പറയപ്പെടുന്നു എന്ന് പലരും ചോദിക്കാൻ തുടങ്ങുന്നു. സഹാബാക്കളുടെ അവസ്ഥ എന്തായിരുന്നു? ഒരിക്കൽ ചില സഹാബാക്കൾ, നിർധനരായിട്ടുള്ള സഹാബാക്കൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുക്കൽ വന്ന് പരാതി പറഞ്ഞു, അല്ലയോ പ്രവാചകരെ, ഞങ്ങൾ നമസ്കരിക്കുന്നത് പോലെ തന്നെ ധനികരായിട്ടുള്ള സഹാബാക്കൾ നമസ്കരിക്കുന്നു, ഞങ്ങൾ നോമ്പെടുക്കുന്നത് പോലെ തന്നെ അവരും നോമ്പെടുക്കുന്നു, ഞങ്ങൾ ജിഹാദ് ചെയ്യുന്നത് പോലെ തന്നെ അവരും ജിഹാദ് ചെയ്യുന്നു. എന്നാൽ അവർ ചെയ്യുന്ന വിധത്തിലുള്ള ദാനധർമ്മങ്ങളും സദഖാത്തുകളും ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല. ഈ കാര്യം കേട്ടുകഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകിയൊരു മറുപടി, നിങ്ങൾ നമസ്കാരത്തിന് ശേഷം, നിങ്ങൾ എല്ലാ നമസ്കാരത്തിന് ശേഷം 33 തവണ സുബ്ഹാനല്ലാഹ് എന്നും 33 തവണ അൽഹംദുലില്ലാഹ് എന്നും 34 തവണ അല്ലാഹു അക്ബർ ചെല്ലുക എന്നുമായിരുന്നു. അത് കേട്ട് അവർ സന്തോഷത്തോടു കൂടി തിരിച്ചുപോയി. പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും അവർ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് പരാതി പറഞ്ഞു, അല്ലയോ പ്രവാചകരെ, ഞങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ തസ്ബീഹാത്തുകളും തഹ്മീദാത്തുകളും ധനികരായിട്ടുള്ള സഹാബാക്കളും ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മറുപടി നൽകിക്കൊണ്ട് പറഞ്ഞു, അള്ളാഹു ആർക്കെങ്കിലും നന്മ ചെയ്യാൻ തൗഫീക്ക് നൽകുമ്പോൾ എനിക്കെങ്ങനെയാണ് അതിനെ തടയാൻ സാധിക്കുക? അതായിരുന്നു സഹാബാക്കളിൽ ഉണ്ടായിരുന്ന സൽക്കർമ്മങ്ങളിൽ മുന്നേറാനുള്ള ആവേശം. ഇതേ രീതിയിലുള്ള മറ്റൊരു സംഭവം ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലഘട്ടത്തിൽ ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും ഉമർ റളിയല്ലാഹു തആല അൻഹുവും തമ്മിൽ ഒരു കാര്യത്തിന് പരസ്പരം കലഹമുണ്ടായതിനു ശേഷം ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ കാര്യത്തെക്കുറിച്ച് മറ്റാരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുക്കൽ പോയി പരാതി പറയുമോ എന്ന് ഭയന്നുകൊണ്ട് സ്വയം പ്രവാചകന്റെ അടുത്ത് ചെല്ലുകയും തൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്നെ എതിർത്ത സമയത്ത് എന്നെ വിശ്വസിക്കുകയും എൻ്റെ കൂടെ നിൽക്കുകയും ചെയ്ത വ്യക്തിയാണ് ഹസ്രത്ത് അബൂബക്കർ. നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെടുകയുണ്ടായി. അപ്പോൾ ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുക്കൽ ഉമർ റളിയല്ലാഹു തആല അൻഹു വല്ല കാര്യവും പറയുകയാണെങ്കിൽ പ്രവാചകൻ തന്നോട് ദേഷ്യപ്പെടുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ആ സമയത്ത് ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കാണുന്നത് ഉമർ റളിയല്ലാഹു തആല അൻഹു തൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അദ്ദേഹത്തോട് ദേഷ്യപ്പെടുകയായിരുന്നു. അത് കണ്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മുന്നോട്ട് വരികയും ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭാഗത്തല്ല തെറ്റ്,
തൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ദേഷ്യം കുറക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ആ സഹാബാക്കൾ പരസ്പരം നന്മയിൽ മുന്നേറാൻ കാണിച്ച അവരുടെ പ്രവർത്തനം. ഈ രീതിയിലാണ് അവർ പരസ്പരം നന്മയിൽ മുന്നേറാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഹുസൂർ പറയുന്നു, യഥാർത്ഥത്തിൽ ഇസ്ലാമും മറ്റുള്ള മതങ്ങളും തമ്മിൽ പല വ്യത്യാസങ്ങളുമുണ്ട്. അവിടെയുള്ള മറ്റൊരു വ്യത്യാസമാണ്, മറ്റുള്ള മതങ്ങൾ ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുമ്പോൾ ഇസ്ലാം അവരോട് പറയുന്നത് പരസ്പരം നന്മയിൽ മത്സരിച്ച് മുന്നേറാനാണ്. ഓരോ വ്യക്തിക്കും അള്ളാഹു നൽകിയിട്ടുള്ള കഴിവുകൾ അനുസരിച്ചുകൊണ്ട് അവർ മത്സരിച്ച് മുന്നേറുകയാണെങ്കിൽ അവർക്ക് നന്മയിൽ കൂടുതൽ പുരോഗതി പ്രാപിക്കാൻ സാധിക്കും. ഇവിടെ ഖുർആൻ കൽപ്പിക്കുന്നത് മറ്റുള്ള മതസ്ഥരെല്ലാം ഖൈറാത്ത് നന്മകളിൽ നിന്നും അശ്രദ്ധരാണ്, അവിടെ നിങ്ങൾ മത്സരിച്ചുകൊണ്ട് മുന്നേറണം എന്നുള്ളതാണ്. ഈ ആയത്തിൽ അള്ളാഹു വിശ്വാസികളുടെ ഒരു നിലവാരമായി കൊണ്ട് പറയുന്നത് അവർ നന്മയിൽ പരസ്പരം മത്സരിച്ച് മുന്നേറുമെന്നുള്ളതാണ്. കഴിഞ്ഞുപോയ മുസ്ലിങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവർ എത്രമാത്രം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 13-ാം നൂറ്റാണ്ടിലെ ഇസ്ലാമിക പണ്ഡിതനായിരുന്നു സയ്യിദ് അഹമ്മദ് ബറേൽവി സാഹിബ്. അദ്ദേഹം സിഖുകളുമായി ജിഹാദ് ചെയ്യുന്നതിന് വേണ്ടി പിഷാവറിലേക്ക് പോയിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ സയ്യിദ് ഇസ്മായിൽ സാഹിബ് ഒരിക്കൽ ഡൽഹിയിൽ നിന്നും തിരിച്ചു വരുന്ന സമയത്ത് കേമ്പൽപൂർ എന്ന സ്ഥലത്തെത്തി. അവിടെ എത്തിയപ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞു, ഈ കാണുന്ന നദി ഒരാൾക്കും തന്നെ നീന്തി കടക്കാൻ സാധിച്ചിട്ടില്ല. ഈ കാലഘട്ടത്തിൽ ഒരു സിഖുകാരനു മാത്രമേ അത് സാധിച്ചിട്ടുള്ളൂ, മുസ്ലിങ്ങൾക്ക് ആർക്കും സാധിച്ചിട്ടില്ല എന്ന് പറയുകയുണ്ടായി. അത് കേട്ടപ്പോൾ തന്നെ സയ്യിദ് ഇസ്മായിൽ സാഹിബ് അവിടെ തന്നെ തങ്ങുകയും 4-5 മാസം ആ നീന്തൽ പരിശീലനം നടത്തുകയും അതിനുശേഷം ആ നദി നീന്തി കടക്കുകയും ചെയ്തു. ഈ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് അദ്ദേഹം നൽകിയ സന്ദേശം സിഖുകൾ മാത്രമല്ല നല്ല പ്രവൃത്തി ചെയ്യുന്നത്, മറിച്ച് മുസ്ലിങ്ങൾക്കും ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും, മത്സരിച്ചുകൊണ്ട് മുന്നേറാൻ സാധിക്കുമെന്നുള്ളതായിരുന്നു. ഹുസൂർ പറയുന്നു, ഈ രീതിയിൽ പരസ്പരം മുന്നേറാനുള്ളൊരു ആവേശം നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് വിജയം കരസ്ഥമാക്കാൻ സാധിക്കും. ഒരിക്കലും തന്നെ നന്മയുടെ മത്സരത്തിൽ അലസരായിരിക്കാനുള്ള അനുവാദം ഇസ്ലാം നൽകുന്നില്ല, മറിച്ച് തങ്ങളുടെ സഹോദരങ്ങളെക്കാളും പിതാവിനേക്കാളും മുൻപന്തിയിലെത്താൻ പരിശ്രമിക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. നമ്മുടെ ജമാഅത്തും ദീനിനോട് ഒരു സ്നേഹബന്ധം പുലർത്തുന്നവരായിരിക്കണം. എല്ലായ്പ്പോഴും തന്നെ ഇസ്ലാമിനെ വിജയിപ്പിക്കുന്ന ഒരു ലക്ഷ്യം മുന്നിലുണ്ടായിരിക്കേണ്ടതാണ്. ആ ലക്ഷ്യം കരസ്ഥമാക്കുന്നത് വരെ നമുക്ക് വിജയം ഉണ്ടായിരിക്കുകയില്ല. വാഹിർ ദവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.